ഋഷിമുഖാചലം എത്തുമ്പോൾ ബാലിയെ കൊന്ന കഥകളൊക്കെ ശ്രീരാമൻ സീതയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. പഞ്ചവടിയിലെത്തുമ്പോൾ തങ്ങൾ ഒരുമിച്ച് ജീവിച്ച കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കിടുന്നു. അഗസ്ത്യാശ്രമം, സുതീഷ്ണാശ്രമം തുടങ്ങിയവ കടന്ന് ചിത്രകൂടാചലം എത്തുമ്പോൾ ഇവിടെ വെച്ചാണ് ഭരതനെ കണ്ടതെന്ന് ഓർക്കുന്നു. ശേഷം ഭരദ്വാജാശ്രമത്തിൽ ഇറങ്ങുന്നു. ഗംഗാനദിയും ഗുഹന്റെ വാസസ്ഥലവും അതിനുശേഷം സരയൂ നദിയും കടക്കുമ്പോൾ അയോധ്യയെത്തും. ഭരദ്വാജ മുനി ഭരതനും ശത്രുഘ്നനും രാമനെ തന്നെ മനസ്സിൽ വിചാരിച്ച് രാമനെപ്പോലെ വേഷം ധരിച്ചൊക്കെയാണ് കഴിയുന്നതെന്ന് ഇരുവരെയും അറിയിക്കുന്നു. ഭരദ്വാജ മുനിയുടെ നിർദ്ദേശപ്രകാരം എല്ലാവരും അന്ന് അവിടെ തങ്ങാൻ തീരുമാനിക്കുന്നു. ഹനുമത് ഭരത സംവാദം. താനിങ്ങ് എത്താറായി എന്നുള്ള വർത്തമാനം ഭരതനെ അറിയിക്കാൻ രാമന് തിടുക്കമായി. അതിനു പറ്റിയ ആൾ ഹനുമാനാണെന്നും ഹനുമാനോട് ഗുഹനോടും ഭരതനോടും വിവരങ്ങൾ അറിയിക്കാനും ശ്രീരാമനെ ഏൽപ്പിക്കുന്നു. ശേഷം ഹനുമാൻ നന്ദിഗ്രാമത്തെത്തി ഭരതനെ കണ്ടു. ശ്രീരാമന്റെ പാദുകം വെച്ച് പൂജ ചെയ്യുന്ന, മൂലഫലങ്ങൾ മാത്രം കഴിച്ച് ജടാവൽക്കലം ധരിച്ച് മെലിഞ്ഞ ഭരതനും കൂടെ ശത്രുഘ്നനെയും കണ്ടു. ഹനുമാന് 2 സഹോദരന്മാരെയും ഓർത്തപ്പോൾ അത്യത്ഭുതം തോന്നി. ഭരതന് വിവരങ്ങൾ അറിഞ്ഞപ്പോൾ സന്തോഷാധിക്യത്താൽ ബോധം മറഞ്ഞുവെന്നാണ് രാമായണം പറയുന്നത്. ഭരതനും ശത്രുഘ്നനും തൻ്റെ ജ്യേഷ്ഠനെ വരവേൽക്കാനുള്ള സ്വീകരണത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകി. രാജ്യം അലങ്കരിക്കണം, നാടെങ്ങും ദീപാവലി ആയിരിക്കട്ടെ, വഴിനീളെ കൊടികൾ നാട്ടണം, അയൽരാജ്യത്തു നിന്നും രാജാക്കന്മാർ വരണം, അയോധ്യയിലെ മുഴുവൻ ജനങ്ങളും വേണം. അങ്ങനെ ഒരുക്കങ്ങൾ തകർത്തു. ഭരതൻ ജ്യേഷ്ഠൻ്റെ പാദുകങ്ങൾ തലയിലേന്തി കൂടെ ശത്രുഘ്നനും മാതാക്കളും ഒക്കെയായി നടക്കുമ്പോൾ ദൂരെ പുഷ്പക വിമാനം കാണായി.